ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ചെള്ളിയും മാങ്ങയും കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി ഞാൻ മാങ്ങ കഷ്ണാക്കിയിട്ട് ഉപ്പിട്ട് വെച്ചിട്ട് ഒരു ദിവസം മുന്നേ തന്നെ ഉപ്പിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ ചെള്ളി ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ. 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഞാൻ ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം തോർന്നതിന് ശേഷം നമുക്കത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ ചെടി കുറേ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്ത് കോരാം. ഈ ഒരു പാത്രത്തിൽ 1 ലിറ്റർ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരണം. അതിലേക്ക് ഞാനൊരു 10-12 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ അത് തീ ഓഫ് ചെയ്യുക. ഇനി ചെള്ളി വറുത്ത് കോരിയാതെ പാത്രത്തിൽ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അതിലേക്കൊരു കപ്പ് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ശേഷം നമ്മൾ പിന്നെ വറുത്ത ചെള്ളി ഉണ്ടല്ലോ, അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് പൊടിയുണ്ടാവുന്ന ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം പൊടികളിടാം. ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഉലുവയും കടുകും കൂടെ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ ചൂടിൽ തന്നെ ഇത് മൂത്ത് കിട്ടും. നമുക്ക് തീ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പം പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കായം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതും തന്നെ ഞാനൊരു 2 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിന്നെ ഒരു ദിവസം മുന്നേ മാങ്ങ ഉപ്പിട്ടുകാണ്ട് വെച്ചതാണ് മാങ്ങ. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി തിളപ്പിച്ച് വെച്ചിട്ടുള്ള വിനീഗർ ഉണ്ടല്ലോ, അതും കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു തിള വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി മാങ്ങ അച്ചാർ, ചെള്ളി മാങ്ങയുള്ള അച്ചാർ റെഡിയായി. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.